മക്കളെ, നമ്മളിന്ന് രൈൻ ബസേരെ മേം എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നോക്കുന്നത്. ഇതിൽ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതായത് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ തന്നിരിക്കുന്ന സഹി പ്രസ്താവും അതുപോലെ തന്നെ ഇതിൽ വാർത്താലാപം എഴുതാൻ തന്നിട്ടുണ്ട്. അത് രണ്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ഭാഗം ഒന്നിച്ച് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അമൃതലാൽ ബേഗഡിനെ നർമ്മദ കെ കിനാരെ പദയാത്ര കി. അമൃതലാൽ ബേഗഡ് നർമ്മദ നദിയുടെ തീരത്ത് കാൽനടയാത്ര നടത്തി. ശരിയായതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. ഇത് ശരിയാണ് അല്ലേ? നർമ്മദ നദിയുടെ തീരത്താണ് ആര് കാൽനടയാത്ര നടത്തിയത്? അമൃതലാൽ ബേഗഡ്. ബാരിഷ് ഹോനെ സെ യാത്രിയോ കോ പതോഡ ഗാവ് മേ ഹി രുക്നാ പടാ. മഴയായത് കാരണം യാത്രികൾക്ക് പതോഡ എന്ന ഗ്രാമത്തിൽ തന്നെ താമസിക്കേണ്ടി വന്നു. അവർ പതോഡ എന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു അല്ലേ? അതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. ആർക്ക്? ചോട്ടുവിനും അതുപോലെ തന്നെ അമൃതലാൽ ബേഗഡ് നമ്മുടെ ലേഖകന്. ശരിയാണ്. ലേഖക് ആർ സഹായക് മന്ദിർ കി ഛത്ത് പർ സോ ഗയേ. ലേഖകനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായിയും അമ്പലത്തിൻ്റെ ടെറസിൽ ഉറങ്ങി എന്നാണ് പറഞ്ഞത്. നമ്മൾ പാഠത്തിൽ പഠിക്കുന്നത് ടെറസിലല്ല അല്ലേ, വരാന്തയാണ് പഠിക്കുന്നത്. അപ്പോൾ തെറ്റാണ്. അടുത്ത നോക്കാം. ചോട്ടുനെ ഗാവ് വാലോം കെ ലിയെ ഗാന പക്കായ. ചോട്ടു ഗ്രാമവാസികൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി. ചോട്ടു ഗ്രാമവാസികൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയത് പാഠത്തിൽ പറയുന്നില്ല. എന്താണ് പറയുന്നത്? ചോട്ടു ലേഖകന് വേണ്ടിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് അല്ലേ? അപ്പം അത് തെറ്റാണ്. അടുത്തത് നോക്കാം. നീന്തു ഗുൽത്തെ ഹി ലേഖകനെ ഏക് സ്ത്രീക്കോ അപ്പനെ പാസ് ബൈഠേ ദേഖാ. ഉറക്കമുണർന്നപ്പോൾ ലേഖകൻ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അരികിലിരിക്കുന്നത് കണ്ടു. തെറ്റാണ്. സ്ത്രീ ഇരിക്കുന്നത് കണ്ടിട്ടില്ല അല്ലേ? ആരിയ്ക്കുന്നതാ കണ്ടത്? ഒരു ആത്മീയ, ഒരു മനുഷ്യൻ ഇരിക്കുന്നതാണ് കണ്ടത് അല്ലേ? ഒരു പുരുഷൻ ഇരിക്കുന്നതാണ് കണ്ടത്. പാഗൽ ആത്മീനെ ചാബുക് സെ യാത്രിയോ കോ മാര. ഭ്രാന്തനായ വ്യക്തി ചാബുക് ചാട്ടവാറ് കൊണ്ട് യാത്രികളെ അടിച്ചു. ശരിയാണോ? അടിച്ചിട്ടില്ല. അടിക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടേ ഉള്ളൂ, അടിച്ചിട്ടില്ല. പാഗൽ ആത്മീനെ പിട്ടു സെ കിതാബെ നികാൽ കർ ഫേങ്ക് ദി. ഭ്രാന്തൻ പെട്ടിയിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് എറിഞ്ഞു. പുസ്തകങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു എന്നാണ് പറഞ്ഞത്. എറിഞ്ഞിട്ടുണ്ടോ? എറിഞ്ഞിട്ടില്ല അല്ലേ? പുസ്തകങ്ങൾ പുറത്തേക്ക് എറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് തെറ്റാണ്. പാഗൽ ആത്മി ലേഖക് കെ പൈർ ദബാത്താ രഹ. ഭ്രാന്തനായ വ്യക്തി ലേഖകന്റെ കാലുകൾ അമർത്തി തിരുമ്മി. കാലുകൾ അമർത്തി തടവി കൊടുത്തു എന്നുള്ള അർത്ഥം. ശരിയാണ് അല്ലേ? ഭ്രാന്തനായ വ്യക്തി നമ്മുടെ ലേഖകന്റെ കാലുകൾ തടവുന്നുണ്ട്, പിന്നീട് കൈകൾ തടവുന്നുണ്ട്. അത് ശരിയാണ്. അടുത്ത നോക്കാം. ലേഖക് കെ ഹാത്ത് മേ 20 പൈസേ കാ സിക്ക രേഖക്കർ പാഗൽ ആത്മി ചലാ ഗയ. ലേഖകന്റെ കയ്യിൽ 20 പൈസയുടെ നാണയം വെച്ചിട്ട് ഭ്രാന്തനായ വ്യക്തി നടന്നുപോയി. ശരിയാണ്. പാഗൽ ആത്മി ചോട്ടു കോബി സാത്ത് ലേ ഗയ. ഭ്രാന്തനായ വ്യക്തി ചോട്ടുവിനെ കൂടെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ശരിയാണോ? ശരിയല്ല. ചോട്ടുവിനൊന്നും പാഗൽ വ്യക്തി കൂട്ടിയിട്ടില്ല അല്ലേ? പാഗൽ വ്യക്തി ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തതായി വിശേഷൺ ശബ്ദം ഇവിടെ വരുന്നുണ്ട്. വിശേഷൺ ശബ്ദം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് കണ്ടെത്തി എഴുതുക. അപൂർവ്, വിചിത്ര, അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് അതിൽ നിന്നും നമുക്ക് വിശേഷൺ ശബ്ദം അതിൽ നിന്നും കണ്ടെത്തി എഴുതാവുന്നതാണ്. അടുത്തത് നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന അപരിചിത വ്യക്തിക്ക് ജാത്തെ ഹി ചോട്ടുനെ ദർവാസ ബന്ദ് കർക്കെ ഉസ് പർ താല ലഗാ ദിയ. ഇസ് പ്രസംഗ പർ ചോട്ടു ഓർ ലേഖക് കെ ബീച്ച് കി ബാത്ചീത് ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അപരിചിതനായ വ്യക്തി അവിടെ നിന്നും പോയതിനു ശേഷം ചോട്ടു എന്ത് ചെയ്തു? ചോട്ടു പെട്ടെന്ന് തന്നെ വാതിൽ ബന്ധിച്ചു അല്ലേ? വാതിൽ അടച്ചു പൂട്ടി. അതിനുശേഷം അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതാണ്. ബാച്ചിത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, മൻപസന്ത് പ്രസംഗ് യാത്രാവൃത്ത് സേ ചുനേം. നിങ്ങൾ പഠിച്ച ഈ യാത്രാവൃത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം തിരഞ്ഞെടുക്കുക. ഇസ് പ്രസംഗ് പർ പടുക്കഥാക്ക ഏക ദൃശ്യ ലിഖേ. എന്നിട്ട് ആ ഭാഗത്തു നിന്നും നിങ്ങളോട് പടുക്കഥയുടെ ഒരു ദൃശ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പടുക്കഥ തയ്യാറാക്കുക. കഴിഞ്ഞ വർഷമാണ് 9ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പടുക്കഥ എങ്ങനെ എഴുതാം എന്ന് പഠിച്ചിട്ടുണ്ട്. പടുക്കഥയുടെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഫോർമാറ്റ് എഴുതുക. പിന്നെ വാർത്താലാപം എഴുതുക, രണ്ടുപേർ സംസാരിക്കുന്നതായിട്ട്. ഇവിടെ നമുക്ക് ഈ സന്ദർഭം എടുക്കുകയാണെങ്കിൽ ഈ സന്ദർഭത്തിന് വേണ്ടി തന്നെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? പടുക്കഥ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് വാർത്താലാപം എഴുതിയതൊന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 രീതിയിൽ വാർത്താലാപം എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇതുവരെ ഒന്ന് എഴുതിയത്, അടുത്തത് ഇതുവരെയാണ് ഒരു വാർത്താലാപം. ഇത് 2ാമത്തെ വാർത്താലാപമാണ്. കാരണം 2 എഴുതിയത് ഏത് രീതിയിലും വാർത്താലാപം എഴുതാൻ പറ്റും എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. സ്വയം തയ്യാറാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു സങ്കല്പിച്ച് എഴുതണത് അല്ലേ? വാർത്താലാപം എന്ന് പറയുന്നത് സന്ദർഭം വെച്ചിട്ട് നമ്മൾ സങ്കല്പിച്ച് അവർ എങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും എന്ന് സങ്കല്പിച്ച് എഴുതുകയാണ് വേണ്ടത്. അപ്പം എങ്ങനെ എഴുതാം എന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് 2 രീതിയിൽ ഇവിടെ എഴുതി കാണിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തത് നോക്കാം. ലേഖകനും ചോട്ടുവും തമ്മിലുള്ള വാർത്താലാപമാണല്ലോ. അപ്പൊ ലേഖകൻ പറയാണ്, ചോട്ടു തും ക്യോം ദർവാസ ബന്ദ് കിയാ. ചോട്ടു, നീ എന്താ വാതിലടച്ച് കുറ്റിയിട്ടത് അല്ലേ? വാതിൽ നീ അടച്ചു പൂട്ടിയല്ലോ, എന്താണ് നീ ഇങ്ങനെ വാതിലടച്ച് പൂട്ടിയത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ചോട്ടു, ഡർസെ, പേടിച്ചിട്ട്, പേടി കാരണമാണ് ഞാനത് വാതിലടച്ചു പൂട്ടിയത്. പാഗൽ ആത്മി ഫിർ ആയേത്തോ, ആ ഭ്രാന്തനായ വ്യക്തി വീണ്ടും വന്നാലോ? അവരങ്ങനെ അവിടെ സംസാരിച്ചിട്ടില്ല, പക്ഷെ അവർ സംസാരിച്ചു എന്ന രീതിയിൽ ആണ് നമ്മൾ വാർത്താലാപം തയ്യാറാക്കേണ്ടത്. മനസ്സിലായോ? ലേഖ്, മേം ബി ഉസ്സെ ഡർത്താത, ഞാനും അയാളെ ഭയന്നിരുന്നു. ചോട്ടു, അഗർ ഉസ്നെ ഹമേ മാരാത്തോ. ചോട്ടു പറയണേ, ഒരു പക്ഷേ അയാൾ നമ്മളെ അടിച്ചിരുന്നെങ്കിൽ. ലേഖ്, മുझे ഡർ ദാ കി വഹ് ഹമേ ചാക്കൂസെ മാർ ദേഗ. ഞാൻ വളരെയധികം ഭയന്നിരുന്നു. എന്തെന്നാൽ അയാൾ നമ്മളെ കത്തി കൊണ്ട് കുത്തുമെന്ന്. ചാക്കു അല്ലേ? ലേഖകൻ പെട്ടിയിൽ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കത്തി കൊണ്ട് അയാൾ കുത്തുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്ന് പറയാണ് ലേഖകൻ. ചോട്ടു, ലേക്കിൻ ജബ് ഉസേ പതാ ചലാ കി ആപ് ശിക്ഷക് ഹേ തോ ഉസ്കാ വ്യവഹാർ അചാനക് ബദൽ ഗയ. അപ്പൊ ചോട്ടു പറയാണ്, പക്ഷേ താങ്കൾ അധ്യാപകനാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ അയാളുടെ സ്വഭാവം അചാനക് ബദൽ ഗയ, പെട്ടെന്ന് മാറി. അചാനക് ബദൽ ഗയ. ലേഖക്, മുझे लगता है कि पागल है तो वह एक अच्छा आदमी है. ലേഖകൻ പറയാണ്, എനിക്ക് തോന്നുന്നു ഭ്രാന്തനാണെങ്കിലും അയാൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് അയാൾക്ക് ഭ്രാന്ത് വരുമ്പോഴുള്ള പ്രശ്നമാണ്, അല്ലാതെ ഇരിക്കുന്ന സമയത്ത് അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് ലേഖകൻ പറയാണ്. ചോട്ടു, ഉസ്കെ മൻമേ യഹ് ദബാ പടാതാക്കി ഗുരുവോം കാ ആദർ കർണാ ചാഹിയെ. ഇവിടെ ഗുരുവോം എന്നാണ് കേട്ടോ, ഗാ എന്നാണ്. നമ്മള് പ്രിന്റ് ചെയ്യണ സമയത്ത് വരുന്ന മിസ്റ്റേക്കാണത്. പിന്നീട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെടുക. അങ്ങനത്തെ ഗായാണ് കേട്ടോ. ഗുരുവോം ക ആദർ കർണാ ചാഹിയേ. ചാഹിയേ എന്നുണ്ട് കേട്ടോ ഇവിടെ. ചാഹി പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ചാഹിയേ. ചോട്ടു പറയാണ്, ഉസ്കെ മൻമേ യഹ് ദബാ പടാതാക്കി ഗുരുവോം ക ആദർ കർണാ ചാഹിയേ. എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം അമർന്നു കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഗുരുക്കന്മാരെ ആദരിക്കണം എന്ന അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറച്ചു പോയൊരു കാര്യമാണ് എന്ന് ചോട്ടു പറയാണ്. ലേഖക്, ഉന്നോനെ മുझे जो 20 पैसे दिया वह मेरा सबसे बड़ा सम्मान है. അദ്ദേഹം എനിക്ക് തന്ന 20 പൈസ, അദ്ദേഹം എനിക്ക് തന്ന 20 പൈസ, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് എന്ന് പറയാണ് ലേഖകൻ. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം
അവർ സംസാരിച്ചിട്ടുണ്ടാകും എന്ന രീതിയിലാണ് നമ്മളിങ്ങനെ വാർത്താലാപം എഴുതേണ്ടത്. ചെറിയ ചെറിയ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാലും നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കും. ഒരുപാട് എഴുതണമെന്നില്ല, ഓരോ സെൻറ്റൻസും വലുതാക്കി ഒരുപാട് എഴുതണമെന്നില്ല. ചെറിയ സെൻറ്റൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് മാർക്ക് ലഭിക്കുന്നതാണ്. ഇത് ചെറിയ സെൻറ്റൻസ് ആക്കിയിട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. പഠിക്കാൻ സിമ്പിൾ ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഒരുപാടുണ്ടാകുമ്പോൾ നമുക്ക് പഠിക്കാൻ പ്രയാസമായിരിക്കും. ഓക്കെ, ഇനി വേറൊരു രൂപം കാണിച്ചു തരാം. ഇതന്നെ ഈ സന്ദർഭം വെച്ചിട്ട് തന്നെ നമ്മൾ വാർത്താലാപം എഴുതിയതാണ്. ചോട്ടു മേ ബഹുത്ത് ഡർ ഗയാത, ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ലേഖകൻ മേംബി, ഞാനും. മേനെ സോച്ചാക്കി വഹ് ഹമേം മാർ ഡാലേഗ, ഞാൻ കരുതി അയാൾ നമ്മളെ അടിക്കുമെന്ന്. ചോട്ടു ജബ് ഉസ്നെ ആപ്കെ ഹാത്ത് പൈർ ദബായ തോ ആപ്കോ ഡർ നഹീ ലഗാ, ചോട്ടു ചോദിക്കാണ്, അയാൾ നിങ്ങളുടെ കൈകാലുകൾ തടവിയ സമയത്ത് നിങ്ങൾക്ക് ഭയം തോന്നിയില്ലേ? ലേഖകൻ സരൂർ മേ ബഹുത്ത് ഡരാ ഹുവാ, തീർച്ചയായും ഞാൻ വളരെയധികം ഭയന്നിരിക്കുകയായിരുന്നു. ചോട്ടു മേ സാസ് ബന്ധുക്കർ ദേഖത്താ രഹ, ഞാൻ ശ്വാസം അടക്കി നോക്കി നിൽക്കുകയായിരുന്നു. ചോട്ടു പറയാണ്, ആ ഒരു സമയത്ത് ഞാൻ ശ്വാസം അടക്കി നോക്കി നിൽക്കുകയായിരുന്നു. ലേഖകൻ മുജെ ഡർ ദാക്കി മേരി ഓങ്കലിയാൻ ടൂട്ട് ചായേങ്കി, ഞാൻ ഭയപ്പെട്ടു, എൻ്റെ വിരലുകൾ പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ലേഖകൻ പറയാണ്. ചോട്ടു उसने बक्से में रखी सारी चीजें फेंक दी लेकिन उसने किताब फेंकी नहीं दी. ചോട്ടു പറയാണ്, അയാൾ പെട്ടിയിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ലേക്കിൻ ഉസ്നെ കിതാബ് ഫേങ്കി നഹീ ദി, പക്ഷെ അയാൾ പുസ്തകം വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലേഖകൻ ടീക്ക് ഹേ മുझे लगता है कि वह एक शिक्षक थे. ലേഖകൻ പറയാണ്, ശരിയാണ്, എനിക്ക് തോന്നുന്നു അയാൾ ഒരു അധ്യാപകനായിരുന്നു എന്ന്. ആദ്യം അയാൾ ഒരു അധ്യാപകനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ലേഖകൻ പറയുന്നു. ചോട്ടു ഇസ്ലിയെ ആപ് ഏക് ശിക്ഷക് ജാൻകർ ഉസ്കാ ആദത്ത് ബദൽ ഗയി, അതുകൊണ്ടാണ് നിങ്ങൾ ഒരു അധ്യാപകനാണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറിയത്. ലേഖകൻ ബേച്ചാരെ ആത്മി, പാവം മനുഷ്യൻ. മേരെ ഹാത്ത് മേ 20 പൈസ രേഖർ വഹ് ചലാ ഗയ, എൻ്റെ കയ്യിൽ 20 പൈസയും വെച്ചിട്ട് അയാൾ നടന്നുപോയി എന്ന് ലേഖകൻ പറയുന്നു. രണ്ടാമത്തെ വാർത്താലാപം. നമുക്ക് ഈ വാർത്താലാപം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് രീതിയിൽ, ഒരേ സന്ദർഭം വെച്ച് തന്നെ രണ്ട് രീതിയിലും തന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാർത്താലാപം എത്രയാണുള്ളത്? ഇതിൽ പടുക്കഥ എഴുതേണ്ടത്, പടുക്കഥയുടെ ആ ഫോർമാറ്റ് എഴുതുക. വാർത്താലാപം നമ്മളിവിടെ തന്നിട്ടുണ്ടല്ലോ, അതെന്ന വാർത്താലാപം തന്നെ എഴുതുക. ഇനി നമുക്ക് പടുക്കഥ പടുക്കഥ നിങ്ങൾക്ക് വേണം, എഴുതി തന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പടുക്കഥ എഴുതി വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും പടുക്കഥ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി ഇനി ഇതിൽ ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളത്, ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് അടുത്ത തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമുക്കിതിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള, എക്സാമിന് എങ്ങനെയാണോ ചോദിക്കുന്നത് ആ രീതിയിൽ കൂടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടായിരിക്കും. അതായത് സഹി മിലാൻ, വാക്യ പിരമിഡ്, പടുക്കഥ, ഡയറി, പത്ര, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് ഒരു വീഡിയോ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മക്കളെ.